ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു പാലക്കാമാലയുടെ ലോക്കറ്റ് ഉണ്ടാക്കാം. അതിനായി ആദ്യമേ തന്നെ ഒരു പേപ്പറിൽ നമ്മൾ അതിന്റെ ഒരു മോഡൽ വരച്ച മോഡലിന് മുകളിലായിട്ട് ഗ്ലാസ് ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ ത്രെഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതേ ഷേപ്പിൽ. ത്രെഡിന്റെ പേര് എനിക്കറിയില്ല. പൂവിന്റെ മുട്ടുപോലെ ഇരിക്കുന്ന ഒരു ഭാഗത്തായിട്ട് നമ്മൾ മൈക്രോ ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. അത് മൊത്തത്തിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ലെയറിലെ ത്രെഡ് നോർമലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത് വരുമ്പോൾ നമ്മൾ ത്രെഡ് ഒന്ന് വലിച്ചു നീട്ടിയപ്പോൾ ഒരു പ്രത്യേക ഡിസൈൻ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ 2 ലെയർ കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ ലെയറിലാണ് നമ്മൾ പിങ്ക് ഷെയ്ഡിൽ വരുന്ന സ്റ്റോണുകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഗ്ലാസ് ഷീറ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പാലക്കാമാലയുടെ പച്ച നിറത്തിലുള്ള ആ കല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്ലാസ് പെയിൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് കത്രിക കൊണ്ട് കട്ട് ചെയ്ത ഭാഗം ഒരിക്കൽ കൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അതിനായി ഇവിടെ സാമ്പ്രാണിത്തിരിയുടെ കത്തിച്ച ഭാഗം കൊണ്ട് ഉരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് പ്ലെയിൻ വാക്സിൻ സ്ട്രിപ്പിലോട്ട് ഒട്ടിക്കാം. ഇതും കൂടി നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോക്കറ്റിന് പിറകിലായിട്ട് ഐപ്പിന്നും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഗ്ലാസ് പെയിന്റ് ഉണങ്ങാനായിട്ട് ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല ഗ്ലാസ് പെയിന്റ് സ്പ്രെഡ് ആവാനും ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ ഇൻവെസിബിൾ ചെയിനാണ്. അങ്ങനെ ഒത്തിരി നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഏകദേശം ഒരു പാലക്കാമാലയുടെ ലോക്കറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.